ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പ് ധ്യാനത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം എത്തുമ്പോൾ നമ്മെ തന്നെ സ്വയശോധന ചെയ്യുവാനും സത്യാനുതാപത്തിൽ ജീവിപ്പാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം കുടുംബത്തിൽ അധികാരത്തെ ആദരിക്കുക എന്നുള്ളതാണ്. റെസ്പെക്ടിങ് ദ അതോറിറ്റി ഇൻ ദ ഫാമിലി. അതിനാസ്പദമായ വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. ഇന്ന് നാം ജീവിക്കുന്ന ലോകം മാറ്റത്തിൻ്റെ പാതയിലാണ്. സ്വാതന്ത്ര്യം, വ്യക്തിഗത അവകാശം, അഭിപ്രായ പ്രകടനം തുടങ്ങിയവയെ പറ്റിയുള്ള അവബോധം ഉയരുന്നുണ്ട്. എന്നാൽ അതിനൊപ്പമാണ് അധികാരത്തോട് അസഹിഷ്ണുതയും ബഹുമാനത്തിൻ്റെ അഭാവവും വളരുന്നത്. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ കുട്ടികൾ മാതാപിതാക്കൾക്ക് വിധേയരാകാത്ത ഒരു ജനതയായി വളരുകയാണ്. We live in a world where rebellion against authority is becoming increasingly common. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിൽ അധികാരത്തെ ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, കുടുംബത്തിന് ദൈവം സ്ഥാപിച്ച ഒരു ക്രമമുണ്ട്. കുടുംബത്തിന് ദൈവം സ്ഥാപിച്ച ക്രമം, ഗോഡ്സ് ഡിവൈൻ ഓർഡർ ഇൻ ദ ഫാമിലി. നാം പറയും, ഗോഡ് ഈസ് ദ ഓതർ ഓഫ് ഫാമിലി. ദൈവം അധികാരത്തെ അധികാരമായിട്ടാണ് കാണുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. കുടുംബത്തിലും അതുപോലെ മാതാപിതാക്കൾ ദൈവം നിയോഗിച്ച പ്രതിനിധികളാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവം തന്നതാണ്. ഈ അധികാരത്തെ ആദരിക്കുന്നതിലൂടെ ദൈവത്തെ ആദരിക്കുകയാണ് നാം ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദരവും സ്നേഹവും കൂടിയ വിധേയത്വം ഉണ്ടാവണം. ആദരവും സ്നേഹവും കൂടിയ വിധേയത്വം ഉണ്ടാകണം. ചിലപ്പോൾ മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ ദൈവം നമ്മെ അവരുടെ കീഴിൽ സ്ഥാപിച്ചതാണ്. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിച്ച് വിധേയരാകുവാൻ ശ്രമിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഒരു ഊഷ്മളത ഉണ്ടാകുന്നു. വിധേയത്വം എന്ന് പറയുന്നത് ഭയത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെയും ആദരത്തിലൂടെയും ആയിരിക്കണം. അങ്ങനെ ചെയ്താൽ ദീർഘായുസ്സും ഉത്തമ ജീവിതവുമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മാതാപിതാക്കളും ദൈവം തങ്ങൾക്ക് നൽകിയ അധികാരത്തെ വിനയത്തോട് ഉപയോഗിക്കണം. ദൈവിക ക്രമം ആദരിക്കുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ആ കുടുംബം സമാധാനത്താൽ നിറയും. അത്തരത്തിൽ നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വാക്കുകളെയും ഒക്കെ ഉപ്പിനാൽ രുചി വരുത്തിയ അനുഭവത്തിൽ കുടുംബത്തിൽ സ്നേഹബന്ധങ്ങൾ പൂത്തുലയുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കുടുംബം എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനായിട്ട് നിനക്ക് സ്തുതി. കുടുംബത്തിൻ്റെ ക്രമം നീ നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവരെ മനസ്സിലാക്കുവാനും ഞങ്ങളെ വിധേയപ്പെടുത്തുവാനും കൃപ നൽകണമേ. കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഉത്തമ കുടുംബജീവിതം നിലനിർത്താൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.